ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ മാർക്ക് വെച്ച 2 ലെവൽസിൻ്റെ നടുക്കായിട്ടാണ് ഓപ്പൺ ആയത്. പക്ഷേ ഇന്നലത്തെ 2 ലെവലും ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഇന്ന് വേറെ ഒരു ചെറിയ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്നലത്തെ ഡേ ഹൈ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഇന്നലെ നമ്മൾ മാർക്ക് വെച്ച ലെവൽ ഒന്നതും താഴെയുള്ള ലെവലിതും മേലുള്ള ലെവൽ ഈ ഒരു റേഞ്ചിലാണ്, 23,340 റേഞ്ചിലാണ്. അപ്പോൾ അത് രണ്ടും ടാപ്പ് ചെയ്തില്ല. പക്ഷേ ഇന്നലത്തെ ഒരു ഡേ ഹൈ ഏരിയ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് ഒരു ചെറിയൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം വേണമെങ്കിൽ ഒരു എൻട്രി നമുക്ക് നോക്കി വെക്കാം. പ്രോപ്പറായിട്ടുള്ള ഐഡിയസ് അല്ല, ഇന്നലത്തെ ഒരു ഡേ ഹൈ ആണ്, ഡേ ഹൈ ലിക്വിഡിറ്റി ഏരിയ ആണ് ടാപ്പ് ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ടേക്ക് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല മൊമെൻറ്റത്തിൽ തന്നെ വരുന്നുണ്ട്. ഇനി ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അറിയില്ല, ഓൾറെഡി ഇത്ര വന്ന് പോയതുകൊണ്ട് ഇനി ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് വേണമെന്ന് നോക്കി വെക്കാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഫ്യൂച്ചറും സ്പോട്ടും ഒക്കെ നമ്മളെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഡൗൺ സൈഡിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവലാണ് ടാപ്പ് ചെയ്തോട്ടെ, അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി നോക്കാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം തന്നെ കാണിക്കുന്നുണ്ട്, ഫ്യൂച്ചറിലും അതേപോലെ തന്നെ സ്പോട്ടിലും രണ്ടിലും കാണിക്കുന്നുണ്ട് ഡൗൺ സൈഡിലേക്ക്. പിന്നെ അതിനിപ്പോൾ ഇത് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നതിൻ്റെ ഒരു ATM ആയിട്ടുള്ളൊരു സ്ട്രൈക്ക് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ 23,250 സെലക്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നതിൻ്റെ തൊട്ട് മേലെ കുറച്ചൊരു മേലായിട്ടുള്ളൊരു സ്ട്രൈക്കാണ് 23,250 എന്നുള്ളത്. അത് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രൈക്കിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കാം. ഓക്കെ, ഇതിൽ ആവശ്യമില്ലാത്ത ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. വെറുതെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമോ ഇല്ല എന്നുള്ള നമുക്ക് നോക്കിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാം. എടുക്കുക, ഈ ഒരു സ്ട്രൈക്കായിരിക്കും എടുക്കുക. 23,250 പുട്ട് ഓപ്ഷൻ ആയിരിക്കും. എൻട്രി വരികയാണെങ്കിൽ എടുക്കാം. ഫ്യൂച്ചറിൽ അത്യാവശ്യം നല്ല മൊമെൻറ്റം കാണുന്നുണ്ട്. ഡേലോ പിന്നെ കട്ട് ചെയ്ത് പോവാണ്. അത് നല്ലൊരു സിഗ്നലാണ്. എന്തായാലും നോക്കി നോക്കാം. മാർക്കറ്റ് മേലേക്ക് വരുന്നുണ്ട്. എന്തായാലും കുറച്ചും കൂടെ മേലേക്ക് എത്തട്ടെ. ഏകദേശം ഈ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തട്ടെ, 23,240 ഒക്കെ മേലേക്കൊക്കെ എത്തുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. പ്രീമിയം അതിനനുസരിച്ച് കുറച്ചും കൂടെ ഒന്ന് താഴോട്ടേക്ക് വരട്ടെ. ഇപ്പം 83 രൂപയാണ്. അത് കുറച്ചും കൂടെ ഒന്ന് താഴോട്ടേക്ക് വരട്ടെ, അത്യാവശ്യം നല്ലൊരു പ്രൈസിലേക്ക് എത്തുക. അങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ചാടി കയറൊന്നും എടുക്കുന്നില്ല. ഓൾറെഡി ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ട് ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇനി എൻട്രി എടുക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പ്രോപ്പറായിട്ടുള്ള എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കും. അതല്ല മേലുള്ള ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എൻട്രി തരാതെ താഴേക്ക് കുത്താൻ ഇറങ്ങി പോവുകയാണെങ്കിൽ അതങ്ങോട്ട് പോട്ടേന്ന് വെക്കും. അത്രേ ഉള്ളൂ. എന്തായാലും മാർക്കറ്റ് മേലേക്ക് വരുന്നുണ്ട്. കുറച്ചും കൂടെ മേലേക്ക് കയറി വരട്ടെ. കയറി വരുമ്പോൾ എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ എൻട്രി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ നേരത്തെ പറഞ്ഞ ഒരു ട്രേഡ് വരുന്നുണ്ട്. നമ്മൾ എൻട്രി എടുക്കാനുള്ള ഏരിയയിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻട്രി എടുക്കുന്നതായിരിക്കും. ഫുള്ള് റെഡിയാക്കി ഫോണിൽ എല്ലാ സംഭവം സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 23,250 പുട്ട് ഓപ്ഷൻ, 150 ക്വാണ്ടിറ്റി, 2 ലോട്ടാണ്. ടാർഗറ്റ് 30 ബി ഓർഡറാണ്. ടാർഗറ്റ് 30 പോയിൻറ്റ്, SL 6 പോയിൻറ്റ്, എല്ലാം റെഡിയാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അവിടെ ടാപ്പ് ചെയ്താൽ എൻട്രി എടുക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒരു സ്വൈപ്പിൽ എൻട്രി റെഡിയാവും. ഓക്കെ, അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് ട്രേഡ്. ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, എല്ലാ ഓർഡറും വന്നിട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഫ്ലാറ്റ് ട്രേഡിൽ പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ട്രേഡ് റണ്ണിങ് ആണ്. ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. 23,250 പുട്ട് ഓപ്ഷൻ. അതിൽ ഓർഡറിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണാം. 9.26 നെക്സ്റ്റ് ഇപ്പോൾ എടുത്ത എൻട്രിയാണ്. 80.95 എൻട്രി വന്നത്. അതിന് ടാർഗറ്റ് കറക്റ്റ് 30 പോയിൻറ്റ്സിലാണ് വന്നത്. 110.95 SL കറക്റ്റ് 6 പോയിൻ്റാണ് വന്നത്. ചില സമയത്ത് ടാർഗറ്റ് ഇങ്ങനെ തെറ്റി വരലൊക്കെ ഉണ്ട്. എന്തായാലും കറക്റ്റാണ് SL ടാർഗറ്റൊക്കെ വന്നത്. കറക്റ്റ് 30 പോയിൻറ്റ്സിലാണ്. ഇതിപ്പോൾ ഫ്യൂച്ചർ ഡേലോൻ്റെ അടുത്തൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. സ്പോട്ടിൽ അവിടെ ഒന്നും എത്തിയില്ല. എന്തായാലും നോക്കാം. അത് നല്ലൊരു സിഗ്നലാണ്. താഴേക്ക് വരാനുള്ളൊരു ത്വരയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചർ അങ്ങനെ മുന്നേ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതിൽ നമ്മളെ പൊസിഷൻ്റെ ടൂളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി വന്നത് ഏകദേശം നമ്മളെ പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ 80 പോയിൻറ്റ് എത്രയിലാണ്. അപ്പോൾ ഏകദേശം ഈ റേഞ്ചിലാണ് എൻട്രി വന്നത്. അതിൽ ടാർഗറ്റ് കറക്റ്റ് 30 പോയിൻറ്റ്സ് ആണ്. 30 പോയിൻറ്റ്സ് പറയുമ്പോൾ ഒരു 110 റേഞ്ചിലാണ്. ഇനി 110 30 പോയിൻറ്റ്സ് വരുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, ഏകദേശം ഇവിടെ ആയിരിക്കും ടാർഗറ്റ് വരെ. എൻട്രി ഇവിടെ, ടാർഗറ്റ് ഇവിടെ. SL നോക്കുകയാണെന്നുണ്ടെങ്കിൽ SL ഏകദേശം 6 പോയിൻ്റാണ്. ഏകദേശം ഈ റേഞ്ചിൽ തന്നെ ഒരു 5-6 പോയിൻ്റ് ആയിരിക്കും കറക്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ 6 പോയിൻ്റ് ഏകദേശം ഈ റേഞ്ചിലാണ് SL ഉള്ളത്. അപ്പോൾ SLും ടാർഗറ്റും ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ച് ഇനിയൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി വെയിറ്റ് ചെയ്യാനുള്ളൂ. ഒന്നുകിൽ ടാർഗറ്റ് അടിക്കട്ടെ അല്ലെങ്കിൽ SL അടിക്കട്ടെ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ വേറെ ടാർഗറ്റൊന്നും സെറ്റ് ചെയ്യുന്നില്ല. അതായത് സ്പോട്ടിൻ്റെ ചാർട്ടിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലോ നോക്കിയിട്ടൊന്നും ടാർഗറ്റ് സെറ്റ് ചെയ്യില്ല.
ഈ പ്രീമിയത്തിലാണ് ടാർഗറ്റ് സെറ്റ് ചെയ്ത് കറക്റ്റ് 30 പോയിൻറ്റ്സ്. അതിൽ ഇനി ട്രയൽ ചെയ്യാൻ ഒന്നിനും നിൽക്കുന്നില്ല. എത്ര പോയിൻറ്റ് പോയാലും താഴേക്ക് SL അടിച്ചാലും എന്തായാലും പ്രശ്നമില്ല. പ്രീമിയത്തിൽ കറക്റ്റ് ടാർഗറ്റും വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. ഈ സ്പോട്ടിൽ ടാർഗറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ ലിക്വിഡിറ്റി ഏരിയയൊക്കെ വെക്കേണ്ടി വരും. അത് വലിയ ടാർഗറ്റായി പോകും. അത് അടിച്ചില്ലെങ്കിലൊക്കെ ഇനി ഇടങ്ങാറാവും. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റ് 30 പോയിൻറ്റ്സ് 1:5 ട്രേഡാണ്. അത് റണ്ണിങ് ആണ്. ചെറിയ നല്ല മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ നോക്കിയോ 30 പോയിൻറ്റ്സിൽ അടിച്ചതിന് ശേഷം പിന്നെയും വലിയ ടാർഗറ്റിലേക്ക് പോകുകയാണെങ്കിലും പ്രശ്നമില്ല. ഇനി അതല്ല അതിൻ്റെ തൊട്ട് മുന്നേ തിരിഞ്ഞ് വരികയാണെങ്കിലും പ്രശ്നമില്ല. എന്തായാലും പ്രശ്നമില്ല. കറക്റ്റ് പ്ലാനിലാണ് ട്രേഡ് എടുത്തത്. എൻട്രി ക്രൈറ്റീരിയ ഓക്കെ ആയിട്ടുള്ളൊരു ട്രേഡാണ് അത്. ഫ്യൂച്ചർ ഡേ ലോ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ തന്നെ ചെറിയൊരു മൊമെൻറ്റം കൂടുതൽ കിട്ടിയിട്ടുണ്ട് പ്രീമിയത്തിൽ. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിലാണ് വരുന്നത്. പോക്ക് കണ്ടിട്ട് ഈ നിഫ്റ്റി പ്രീമിയത്തിൽ 30 പോയിൻറ്റ്സ് അടിച്ചാൽ പിന്നെ മേലേക്ക് പോകുന്നൊക്കെ തോന്നുന്നുണ്ട്. അതായത് സ്പോട്ടും ഫ്യൂച്ചറും നല്ല രീതിയിൽ താഴേക്ക് പിന്നെ വരും. താഴെ ലിക്വിഡിറ്റിയൊക്കെ ടാപ്പ് ചെയ്യും തോന്നുന്നുണ്ട് പോക്ക് കണ്ടിട്ട്. പക്ഷേ അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഒരു പ്രോപ്പർ എൻട്രി സെറ്റ് ഈ സമയത്തൊക്കെയാണ് ചിലപ്പോൾ ഈ ടാർഗറ്റ് ഓർഡർ മോഡിഫൈ ചെയ്തിട്ട് വലിയ ഈ 30 പോയിൻറ്റ്സ് മാറ്റിയിട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ടാർഗറ്റ് മാറ്റിയിട്ട് കുറച്ചും കൂടി വലിയ ടാർഗറ്റ് വെക്കുക, 50 പോയിൻറ്റ് വെക്കുക, അല്ലെങ്കിൽ 100 പോയിൻറ്റ് വെക്കുക നമുക്ക് തോന്നും. പക്ഷേ അതിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. കാരണം നമുക്ക് കറക്റ്റ് 30 പോയിൻറ്റ്സ് ആ ഒരു പ്ലാനിലാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു പ്ലാൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ആ 30 ആകുമ്പോൾ കറക്റ്റ് ഇറങ്ങുക. അതിനപ്പുറത്തേക്കും വേണ്ട, അപ്പുറത്തേക്കും വേണ്ട. ഇനിയിപ്പോൾ ഒരു 20 പോയിൻറ്റ്സോ അല്ലെങ്കിൽ 25 പോയിൻറ്റ്സൊക്കെ ആയിട്ട് മാർക്കറ്റ് തിരിഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് വേണ്ട, 30 കിട്ടുകയാണെങ്കിൽ മതി നമുക്ക്. ഇനി അതല്ല 30 പോയിൻറ്റ് പോയിട്ട് ടാർഗറ്റ് അടിച്ചിട്ട് പിന്നെ ഒരു 50, 100, 200 പോയിൻറ്റൊക്കെ പ്രീമിയം പറന്ന് പോവുകയാണെങ്കിൽ അതും നമുക്ക് വേണ്ട. നമുക്കാകെ 30 മതി. അതിൻ്റെ കൂടുതൽ നമുക്ക് വേണ്ട. സോ ആ ഒരു പ്ലാനിൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്ലാനിൽ തന്നെ ഇരിക്കുക. പിന്നെ എന്തായാലും ഇനി അതല്ല തിരിച്ച് വന്ന് SL അടിക്കുകയാണെങ്കിൽ SL പോയിക്കോട്ടെ. അത് നമ്മുടെ പ്ലാനിലുള്ള കാര്യമാണല്ലോ. കറക്റ്റ് പ്ലാനിനനുസരിച്ച് ഇരിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും നല്ലൊരു മൊമെൻറ്റ് വരുന്നുണ്ട്. നോക്കി നോക്കുക. ഏതെങ്കിലും ഒരു സ്വിംഗ് ലോ ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിൽ അവിടെ ചെറിയൊരു സ്വിംഗ് ലോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വിംഗ് ലോ ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 30 പോയിൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ അടിക്കും. ഇനി അതല്ല ഫ്യൂച്ചറിൽ ആ ഒരു സ്വിംഗ് ലോ എടുക്കുന്ന സമയത്ത് 30 പോയിൻറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. എന്തായാലും പ്രീമിയത്തിൽ ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SL, അതാണ് ഇന്നത്തെ പ്ലാൻ. ആ പ്ലാനിനനുസരിച്ചിട്ട് എന്ത് വേണം സംഭവിച്ചോട്ടെ. അപ്പോൾ എന്തായാലും ഇനി ടാർഗറ്റ് SL എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഓവർ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഓക്കെ. നമ്മളെ ആ ഒരു ട്രേഡ് ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ടാർഗറ്റ് അടിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ അടിച്ചില്ല എന്ന് പറഞ്ഞ് നോക്കാം. വീണ്ടും നല്ല ഹ്യൂജ് മൊമെൻറ്റത്തിലാണ് വരുന്നത്. നമ്മൾ എടുത്ത സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കേണ്ടിയിരുന്നില്ല. ഫുൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലഡ് ട്രെയിൽ 4500 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡറിൽ പോയി നോക്കുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കാണാം. നമ്മൾ എൻട്രി എടുത്ത ടൈം 9:31 ടാർഗറ്റ് അടിച്ചു. 9:26 എൻട്രി. അതായത് ആകെ 4-5 മിനിറ്റ് ഉണ്ടായുള്ളൂ. 5 മിനിറ്റ് കൊണ്ടാണ് 4500 ടാർഗറ്റ് അടിച്ചത്. അപ്പോൾ ഈ 4500 എന്ന് പറയുമ്പോൾ 1:5 ട്രേഡാണ് ഈ 4500. അതിൽ ലോസ് വരികയാണെങ്കിൽ 900 രൂപയായിരിക്കും ലോസ് വരിക. ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 4500. അപ്പോൾ 1:5 ട്രേഡാണ്. അപ്പോൾ ഇതിൽ ടാർഗറ്റ് അടിച്ചുകൊണ്ട് 4500 പ്രോഫിറ്റ് കിട്ടി. ഇത് നേരെ SL ആണെങ്കിൽ 900 രൂപയായിരിക്കും ലോസ്. ഓക്കെ. അപ്പോൾ നല്ലൊരു ട്രേഡാണ്. ഇനി അടുത്തടുത്തുനിന്ന് ഹൈ മൊമെൻറ്റത്തിലാണ് മേലേക്ക് പോയത്. ഇതിലിപ്പോൾ ഇനി ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റം കണ്ടിട്ട് ഇനിയും താഴേക്ക് തന്നെ പോകുമായിരിക്കും, അറിയില്ല. ഇനി താഴെയുള്ളൊരു ലെവൽ, ഇനിയിപ്പോൾ ഒരു പുതിയ ട്രേഡ് നോക്കണമെങ്കിൽ താഴെ ഈ ലെവലൊക്കെ ടാപ്പ് ചെയ്യണം. താഴേക്ക് വന്നിട്ട് ആ ഒരു ലെവൽ ടാപ്പ് ചെയ്താൽ ഇനി മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കാൻ പറ്റുള്ളൂ. ഫ്യൂച്ചറിൽ ഇപ്പോൾ ചെറിയൊരു ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള അത് ടാപ്പ് ചെയ്തപ്പോഴുള്ള ഒരു മൊമെൻറ്റത്തിലാണ് ടാർഗറ്റ് അടിച്ചത്. അതുകൊണ്ട് ആ ഒരു ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇനി അവിടെ നിന്ന് മേലേക്ക് കയറുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രോപ്പർ പ്ലാനിനനുസരിച്ചിട്ട് ടാർഗറ്റ് വന്ന് ആ ടാർഗറ്റ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി അത് മേലോട്ട് പോയാലും താഴേക്ക് പോയാലും എന്തായാലും പ്രശ്നമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് പുതിയൊരു എൻട്രിയാണ്. ഇനി പുതിയൊരു ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇനി പുതിയൊരു എൻട്രി നോക്കുന്നത്. അതുവരെ വേറെ ഒരു പരിപാടിയില്ല നമുക്ക്. അപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇത് 1:5 അടിച്ച ഈ ഒരു ട്രേഡിൽ ഇതിലിപ്പം വെറും 5 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയത്. 4500 രൂപ വെറും 5 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് കാണാൻ സമയത്ത് അവിടെ നിന്ന് എൻട്രി എടുത്ത് കൊടുത്ത് പിന്നെ ലോസ് പറഞ്ഞ സാധനം കണ്ടില്ല. വെറും 6 പോയിൻറ്റ് SL വെച്ചിട്ട് ലോസ് കാണാണ്ട് ഇങ്ങനെയൊക്കെ വന്ന് ടാർഗറ്റ് അടിച്ച് പറയുമ്പോൾ അത് ഭയങ്കര സംഭവം അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ട്രേഡിങ്ങിൽ ഇത് മാത്രമല്ല. ഒരു 2 ദിവസം മുന്നാണ് ഇനി 10 സെക്കൻഡോൺ SL അടിച്ച് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ട്രേഡിങ് നടക്കലുണ്ട്. അതും ഇതും നടക്കലുണ്ട്. അത് രണ്ടും ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. ലോസും വരും, പ്രോഫിറ്റ് വരും. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു എൻട്രി വരുമ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. നിഫ്റ്റിയിൽ ഇനി ഒരു എൻട്രിക്ക് പറ്റിയൊരു ഏരിയ പറഞ്ഞത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് 50 മിനിറ്റിലുള്ള ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയസ് ഒക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ താഴെ ലെവൽ നോക്കുകയാണെങ്കിൽ അതിൽ ഈ 2 ലെവൽസ് തൊട്ടടുത്തടുത്താണ് വരുന്നത്. 5 മിനിറ്റിലുള്ള 2 ലെവൽസ് അടുത്തടുത്തായതുകൊണ്ട് അതിൽ മേലുള്ള ലെവൽ നമുക്ക് ജസ്റ്റ് അവോയ്ഡ് ചെയ്തോളാം. അവിടെ പ്രോപ്പറായിട്ടുള്ള ലെവൽ തന്നെയാണ്, പക്ഷേ നമുക്ക് വേണ്ട ഡിലീറ്റ് ചെയ്തോളാം.
തൊട്ടടുത്ത് തന്നെ വേറൊരു 5 മിനിറ്റ് ലിക്വിഡിറ്റി കൊണ്ടുള്ള 5 മിനിറ്റ് ഐഡിക്സ് ഉള്ളതുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്ത്. അതിൻ്റെ അടിയിൽ ഒരു 50 മിനിറ്റ് ഉണ്ട്. 50 മിനിറ്റ് കറക്റ്റായിട്ട് ഈ റേഞ്ചിലാണ്. അപ്പോൾ ആ 5 മിനിറ്റ് 50 മിനിറ്റ് രണ്ട് കൺസിഡർ ചെയ്യാം, മേലുള്ള 5 മിനിറ്റും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും ഈ 3 ലെവലിൽ ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു എൻട്രി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഒന്നെങ്കിൽ ഇപ്പം മേലുള്ള ലെവലിൽ തൊട്ടടുത്താണ് നിൽക്കുന്നത്, അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് താഴോട്ടേക്ക് ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. അതല്ല അത് ടാപ്പ് ചെയ്യാതെ താഴോട്ട് വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടോ ചെയ്യാതെ എങ്ങനെയായാലും താഴേക്ക് വന്നിട്ട് താഴെയുള്ള ഈ ഒരു 5 മിനിറ്റ് ഐഡിക്സ് ടാപ്പ് ചെയ്യണം. 5 മിനിറ്റോ 50 മിനിറ്റ് 5 മിനിറ്റ് അടിച്ചിട്ട് എൻട്രി തരാണെങ്കിൽ അതെടുക്കും. അതല്ല 5 മിനിറ്റ് ഐഡിക്സ് താഴെ വന്ന് ടാപ്പ് ചെയ്തിട്ട് അവിടുന്ന് എൻട്രി തരാതെ വീണ്ടും താഴേക്ക് പോയിട്ട് 50 മിനിറ്റ് ഐഡിക്സ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് മേലോട്ടേക്ക് ഒരു എൻട്രി എടുക്കും. എന്തായാലും ഈ ഒരു 3 ലെവൽസാണുള്ളത്. ആ 3 ലെവൽസിൽ ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് പ്രോപ്പർ ഒരു എൻട്രി കിട്ടുമോ നോക്കാം. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയിൽ ഒരു എൻട്രിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ ട്രേഡ് റണ്ണിങ് ആണ്, ഒരു കോൾ ഓപ്ഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ലെവലിൽ മേലുള്ള ലെവൽ ടാപ്പ് ചെയ്യേണ്ട താഴെയാണ് വന്ന് ടാപ്പ് ചെയ്ത്. അപ്പോൾ താഴെ നിന്നാണ് മേലോട്ട് ഈ ഒരു കോൾ ഓപ്ഷനിലാണ് ഒരു എൻട്രി എടുത്തത്. ഇവിടെ കാണാൻ സ്ട്രൈക്കും ഫ്യൂച്ചറും എല്ലാം ചാർട്ട് ഫുൾ റെഡിയാക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന എൻട്രി എടുത്താണ്. എടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ, കുറച്ച് ടൈമായിട്ടുള്ളൂ എടുത്തിട്ട്. അതിൻ്റെ ഡീറ്റെയിൽ 23 150 കോൾ ഓപ്ഷനാണ്, 150 ക്വാണ്ടിറ്റിക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചു തരാം. 10 13 22 1 എടുത്താണ് ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ എൻട്രി. അപ്പോൾ അതിൻ്റെ ടാർഗറ്റും എസ് ബി ഓർഡറിനാണ്, ടാർഗറ്റും എസ് എല്ലും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിലും ഞാൻ ട്രയലിങ്ങും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ എസ് എൽ അതിലേതെങ്കിലും ഒന്ന് അടിക്കുമ്പോൾ എക്സിറ്റ് അടിക്കാനുള്ള രീതിയിലാണ്, ആ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് എടുത്തൊരു ട്രേഡാണ്. അപ്പോൾ അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. എസ് എല്ലും ടാർഗറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നോക്കി നോക്കുക എന്താകുന്നുണ്ട്, ടാർഗറ്റ് അടിക്കുക എസ് എൽ അടിക്കുക എന്താകുന്നുള്ളതൊക്കെ. അപ്പോൾ ആ ലെവൽ നിഫ്റ്റിയിലും ഫ്യൂച്ചറിലൊക്കെ മാർക്കൊക്കെ ചെയ്ത് വെച്ച് ഇതിൽ മറ്റേ അതിൻ്റെ മൊമെൻ്റൊക്കെ നോക്കിയിട്ട് എടുത്ത ട്രേഡാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ലെവൽ ഇവിടെ കാണാം, 5 മിനിറ്റ് ഐഡിക്സ്. തൊട്ടടുത്തൊരു 50 മിനിറ്റ് ഐഡിക്സ് ഇവിടെ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതിന് അതിൽ 2 എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവൽസാണ്. 5 മിനിറ്റ് ഐഡിക്സ് ടാപ്പ് ചെയ്തിട്ട് എൻട്രി കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ എടുക്കും. അതല്ല അവിടുന്ന് ട്രേഡ് കിട്ടാതെ വീണ്ടും താഴേക്ക് ഒരു ഈ 50 മിനിറ്റ് ടാപ്പ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് തന്നെ കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് തന്നെ എടുത്ത് വേറെ ഓവർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, പെട്ടെന്ന് തന്നെ ട്രേഡ് കിട്ടി. അപ്പോൾ ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ എസ് എൽ. ഇതിലിപ്പോൾ ടാർഗറ്റ് വെക്കാൻ പറ്റിയ പ്രോപ്പറായിട്ടുള്ള ഏരിയ മേലാണ്. നേരത്തെ നമ്മൾ മാർക്ക് വെച്ച മേലുള്ള 5 മിനിറ്റ് ഐഡിക്സാണ്, അവിടെ നിന്ന് വെക്കുന്നില്ല. ഇതിപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഈ മറ്റേ കറക്റ്റ് 30 പോയിൻറ്റ്സാണ് വെക്കുന്നത്. എൻട്രി എന്ന് പറയുന്നത് 88 ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. അതിൽ ടാർഗറ്റ് കറക്റ്റ് 30 പോയിൻറ്റ്സ് പറയുമ്പം എസ് എൽ 6 പോയിൻ്റാണ്. 6 പോയിൻ്റ് വരുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ വരും. 6 പോയിൻ്റ്. ഓക്കെ, ഇതിൽ ടാർഗറ്റ് പറയുമ്പോൾ 30 പോയിൻറ്റ്സാണ്. 30 പോയിൻറ്റ്സ് പറയുമ്പോൾ ഏകദേശം ഇവിടെ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള നേരത്തെ എടുത്ത അതേപോലത്തെ ട്രേഡാണ്. അതിലും ചെറിയൊരു മൊമെൻ്റ് കാണുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അങ്ങനെ തന്നെ പോയി ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 9000 രൂപ ആയിരിക്കും പ്രോഫിറ്റ്, 4500. അതല്ല തിരിഞ്ഞ് എസ് എൽ അടിക്കുകയാണെങ്കിൽ ഒരു 900 രൂപ ഇതിൽ ലോസ് വരും. ഓവറോൾ 4500 മൈനസ് 900 ആയിരിക്കും പ്രോഫിറ്റ്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. 1:1 ഒക്കെ ആയിട്ടുണ്ട്. 900 രൂപേൻ്റെ മേലെയൊക്കെ ടാർഗറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒന്നിക്ക് ടാർഗറ്റ് അല്ലെങ്കിൽ എസ് എൽ ആയതൊന്നും അടിക്കട്ടെ. അത് അടിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ടുള്ള എൻട്രിനാണ്. ഇന്ന് ആകെ 2 എൻട്രിയാണ് പ്രോപ്പറായിട്ടുള്ള കിട്ടിയത്. മേലെയുള്ള ഈ 5 മിനിറ്റ് ഐഡിസ് ടാപ്പ് ചെയ്യില്ല, അവിടെ നിന്ന് ടാപ്പ് ചെയ്യുന്നെങ്കിൽ താഴേക്ക് ഒരു എൻട്രി, മേലെയുള്ള നേരത്തെ 5 മിനിറ്റ് ഐഡിസ് ടാപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് താഴേക്ക് എടുക്കുക. ഇനി നിഫ്റ്റിൻ്റെ ഓക്കെ, അപ്പോൾ അത് ടാപ്പ് ചെയ്യാണ്ട് താഴേക്ക് വന്നതുകൊണ്ടാണ് അവിടുന്ന് ഒരു എൻട്രി കിട്ടാതെ പോകുന്നത്. 1 മിനിറ്റിൽ താഴെ വന്നിട്ട് ഇവിടുന്ന് മേലോട്ട് ഒരു എൻട്രി ഇത് ടാപ്പ് ചെയ്തിട്ട് മേലോട്ട് ഒരു എൻട്രി കിട്ടിയതുകൊണ്ടാണ് ഇവിടുന്ന് മേലോട്ട് ഒരു എൻട്രി എടുത്തത്. അപ്പോൾ എല്ലാം പ്രോപ്പർ പ്ലാൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഓവർ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, കൂളായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം പ്രോപ്പറായിട്ടുള്ള പ്ലാൻ അനുസരിച്ചാണ്. പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്, പ്ലാൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഉണ്ട്, നല്ല രീതിയിൽ ടാർഗറ്റിൽ വരുന്നുണ്ട്. എന്താ നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, കൂളായിട്ട് ഇരുന്നാൽ മതി. ഒന്നിക്ക് ടാർഗറ്റ് അല്ലെങ്കിൽ എസ് എൽ. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാതെ ടാർഗറ്റ് എസ് എൽ ഏതെങ്കിലും ഒന്ന് അടിക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതും നേരത്തെ പോലെ തന്നെ. ഇതിപ്പോൾ എൻട്രി എടുത്താൽ പോയിന്റിൽ നിന്ന് തീരെ ചോപ്പ് കണ്ടില്ല. നേരത്തെ ആ ട്രേഡ് മാതിരി തന്നെ എടുത്തതിന് ശേഷം ഒറ്റ ചോപ്പ് കണ്ട പോലും വന്നില്ല, ഫുള്ള് പച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ 29 പോയിന്റ് വരെ പോയിട്ട് ടാർഗറ്റ് അടിക്കാണ്ട് 30 വലിയ ടാർഗറ്റ് അടിക്കാണ്ട് താഴേക്ക് വന്നു വരും. അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ടാർഗറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ 30 പോയിന്റ് പോകാനാണ്. റെഡായിട്ടോ ഗ്രീനായിട്ട് എന്തായിട്ടൊന്നും കാര്യമില്ല. വെറുതെ നമുക്ക് ഒരു രസത്തിന് പറഞ്ഞിരിക്കാന്നുള്ളൂ. ഒരു ട്രേഡ് എടുത്ത് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ, അതിനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ടാർഗറ്റ് എസ് എൽ ഏതൊന്ന് അടിക്കട്ടെ. അപ്പോൾ നമ്മളെ ആ ഒരു ട്രേഡ് ഇവിടെ എസ് എല്ലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. കോസ്റ്റിനെക്കാട്ടും താഴേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എസ് എൽ അടിക്കില്ല, അടിച്ചില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നേരത്തെ ടാർഗറ്റ് അടിച്ച അതേപോലെ ഇതിപ്പോൾ താഴേക്കാണ് വന്നത്. അപ്പം എസ് എൽ അടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 6 പോയിൻ്റൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ 6 പോയിൻറ്റിലും കൂടുതൽ വന്നിട്ടുണ്ട്. ഇതിവിടെ കാണാം, എസ് എൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നത് 2 ട്രേഡാണ്. ഒരു ട്രേഡ് 4500 1:5 ടാർഗറ്റ് അടിച്ചു, മറ്റേത് 1:5 എസ് എൽ അടിച്ചു. 900 രൂപയാണ് ലോസ് വന്നത്.
അപ്പോൾ ഈ 915 പറഞ്ഞാൽ ചെറിയൊരു സ്ലിപ്പേജ് വരുന്നതാണ്, നോക്കണ്ട. അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ കാണാം. ടാർഗറ്റ് പക്ഷേ 4500 കറക്റ്റ് ആയിരിക്കും വരിക, അത് 4500. പക്ഷേ SL ചെറിയ സ്ലിപ്പേജ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ 2 ട്രേഡ്. സമയം 1:30 ആയിട്ടുള്ളൂ. ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നേരത്തെ പറഞ്ഞ ഒരു 5 മിനിറ്റ് IDX ടാപ്പ് ചെയ്തിട്ടുള്ള എൻട്രിയാണ് ഇപ്പോൾ എടുത്തത്. ഇനി അതിൻ്റെ അടിയിൽ ഒരു 50 മിനിറ്റും കൂടെ ഉണ്ട് ഇവിടെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്യിച്ച. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടെ മേലെ ഇട്ടേക്ക് നോക്കാം. സമയം എന്തായാലും 1:30 ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സമയമുണ്ട്. 2:30, 3:30 വരെ 3 മണി വരെ സമയമുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എടുക്കുക, അതല്ലാണ്ടെങ്കിൽ എടുക്കില്ല. ഓക്കെ, അതും കൂടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. 50 മിനിറ്റ് IDX കൂടെ ടാപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ താഴേക്കും പോകുന്നുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് പ്രോപ്പർ എൻട്രി കിട്ടിയാൽ നമ്മൾ എടുക്കും, കിട്ടിയില്ലെങ്കിൽ നമ്മൾ എടുക്കില്ല. ദാറ്റ്സ് ഇറ്റ്. എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് പ്രോപ്പർ ഒരു എൻട്രി കിട്ടുമോ ഇല്ല എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ നമ്മളെ മറ്റേ 50 മിനിറ്റ് IDX നമ്മൾ മാർക്ക് ചെയ്ത് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ മേലേക്ക് വേണ്ടി, പക്ഷേ അവിടെ നിന്ന് എൻട്രി ഒന്നും കിട്ടിയില്ല. എൻട്രി നമ്മൾ നേരത്തെ എടുത്ത 2 ട്രേഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. വേറെ എൻട്രി ഒന്നും ഇല്ല. ഇനി ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തതിന് ശേഷം ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് നല്ല രീതിയിൽ മേലേക്ക് വന്നിട്ടുണ്ട്. ഈ ലിക്വിഡിറ്റി അല്ല, ഇവിടെയാണ് നമ്മൾ രാവിലെ ഒരു ലിക്വിഡിറ്റി മാർക്ക് ചെയ്തത്. അത് ടാപ്പ് അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് താഴേക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എൻട്രി കിട്ടിയില്ല. പിന്നെ ഇവിടെ ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയുണ്ട്. അത് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മേലോട്ടേക്ക് വന്നെടുത്തത്. നമ്മൾ SL അടിച്ചതിന് ശേഷം അത് മേലോട്ടേക്ക് കയറിപ്പോയി. SL അടിച്ച ടൈമിൽ ഇവിടെ പുതിയ ഒരു 50 മിനിറ്റ് IDX കൊണ്ടുണ്ടായിന്. അത് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് മേലോട്ടേക്ക് പോയത്. അപ്പോൾ ലിക്വിഡിറ്റി കളക്ട് ചെയ്തു, കറക്റ്റായിട്ട് മേലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ നമുക്ക് ഇവിടെ എൻട്രി കിട്ടാത്തതുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്. വേറെ കൂടുതലൊന്നുമില്ല. അത് 2 ട്രേഡ്, 2 1:5 ആണ്. ഒരു ടാർഗറ്റും ഒരു SLഉം. 2025 നല്ല അത്യാവശ്യം ലോസിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ആ ലോസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തേൽ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്കുള്ള ട്രേഡിംഗ് ലെവൽസും കൂടെ ജസ്റ്റ് നോക്കി നോക്കാം. നാളെ 50 മിനിറ്റിലുള്ള ഹയർ ടൈം ഫ്രെയിം ലെവൽസ്, നാളെ ട്രേഡ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്ന ലെവൽസ്, നാളത്തേക്കുള്ള ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലെവലുണ്ട്. ഇത് ഇന്നലെ മാർക്ക് ചെയ്ത ലെവലാണെന്ന് തോന്നുന്നു, പക്ഷേ അത് ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് അത് കൺസിഡർ ചെയ്യാം. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേലോട്ടേക്ക് ഒരു ബുള്ളിഷ് എൻട്രി നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഗ്രീന് മാർക്ക് ചെയ്തേക്കാം. ഇനി താഴോട്ടേക്ക് നോക്കണമെങ്കിൽ 50 മിനിറ്റിൽ ഇവിടെ ഒരു ലെവൽ ഉണ്ട്, ഒരു ഇൻറ്റേർണലാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു പുട്ട് ഓപ്ഷൻ എൻട്രി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പച്ച കളർ അല്ല ചുവപ്പ് കളർ കൊടുക്കാം. ഇവിടെ ഒരു ലെവലൊക്കെ ഉണ്ട്, അതൊക്കെ ഇൻറ്റേർണലാണ്. അപ്പോൾ ഈ 2 ലെവലും പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ 2 ലെവൽസൊക്കെ ഇവിടെ ഉണ്ട്. അതൊന്നും തൽക്കാലം നോക്കുന്നില്ല. നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അതിൻ്റെ മൊമെൻറ്റിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നോക്കാം. മേജറായിട്ടുള്ള ലെവൽസ് എന്തായാലും ഇത് 2ആണ്. ഇത് 2 ടാപ്പ് ചെയ്യുന്ന സമയത്ത് നാളെ ഒരു എൻട്രി നോക്കാം. അപ്പോൾ ഇത്രയാണ് നിഫ്റ്റിയിലുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് വലിച്ച് നീട്ടുന്നുണ്ടോ എന്നൊക്കെ ചെറിയൊരു ഡൗട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വീഡിയോയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ പറയണം. പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ, വീഡിയോയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓവർ പറയുന്നത് കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ അതിനനുസരിച്ച് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ബോക്സ് ഈസ് ഓപ്പൺ ഫോർ യു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അതൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.